എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗോവിന്ദിന്റെ ഗീതുവിന്റെ ഒക്കെ അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നല്ല നല്ല കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും കാലം നമ്മളെല്ലാവരും പുലി വരുന്നേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ പുലിയൊന്നും വന്നില്ല. പക്ഷെ ഇനിയാണ് ശരിക്കും വരാൻ പോകുന്നത്. അങ്ങനെ വിജയലക്ഷ്മി ഗോവിന്ദൻ തമ്മിലുള്ള ആ ബന്ധം എന്താണെന്നും ശിവരഞ്ജനിയുമായിട്ട് ഗോവിന്ദനുള്ള റിലേഷൻ എന്തൊക്കെയാന്ന് ഇനിയിപ്പോ ഗോവിന്ദ് വെളിപ്പെടുത്തുകയാണ്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് ഗീതു സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ഗീതുവിനൊരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. കണ്ണേട്ടൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെ ഒരു തിരിച്ചറിവൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു ഗോവിന്ദന്റെ പിറന്നാൾ ദിനത്തിന് ശിവരഞ്ജനി വന്ന് വിളിച്ചോണ്ട് പോയപ്പോ ഗീതുവിന് സഹിച്ചില്ല. ഗീതു ആ വാശിക്കിറങ്ങി നടക്കുവാണ്. നടന്ന് കുറെ ദൂരം ചെന്നപ്പോഴത്തേനും വിജയലക്ഷ്മി കാണുന്നുണ്ട്. പിന്നീട് വിജയലക്ഷ്മി ഗീതുവിനെ വീട്ടിൽ കൊണ്ടേ ആക്കുവാണ്. വീട്ടിൽ കൊണ്ടേ ആക്കുമ്പോഴത്തേനും അവിടെ പിറന്നാളിൻ്റെ ഉള്ള ഭയങ്കര ആഘോഷങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞായിരുന്നു. പക്ഷെ ഗീതുവിന് ഇതിനകത്തൊന്നും പങ്കെടുക്കാനായിട്ട് ഒരു താല്പര്യം തോന്നിയില്ല. ഗീതുവിന്റെ ഉള്ളില് ശിവരഞ്ജനിയെ ചേർത്ത് പിടിക്കുന്ന ഗോവിന്ദന്റെ ശിവരഞ്ജനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗമായിരുന്നു ഗീതുവിന്റെ മനസ്സിലുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഗോവിന്ദ് അങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടാണെങ്കിൽ അത്രയ്ക്ക് പ്രിയപ്പെട്ടവളായിരിക്കണം. അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തേ. പിന്നീട് ആകപ്പാടെ മുറിയിലേക്ക് പോയി ഇരിക്കുന്നുണ്ട് ഗീതുവിന്റെ ഈ പോക്ക് കണ്ടപ്പോൾ രേഖയ്ക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ രേഖ പുറകെ ചെല്ലുവാണ്. ഗീതുവിനോട് ചെന്ത് പറ്റി ഗീതു, നമ്മൾ ഈ ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് പറ്റി, ഒരു ഉത്സാഹം ഇല്ലാത്ത പോലെ എന്നൊക്കെ ചോദിക്കണം. പകരം ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു ഗീതുവിന്റെ മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രേഖ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. പിന്നീട് ഗീതു ഉണ്ടായ സംഭവങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഇന്നാളെ ഇവിടെ വന്ന ആ പെണ്ണ് വീണ്ടും ഗോവിന്ദനെ കണ്ടു, ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തിട്ടുണ്ട്. ഗോവിന്ദന്റെ ആരോ ഒന്നുമല്ല, ഏതോ പ്രിയപ്പെട്ട ഒരു പെണ്ണാണ് അവള്. ഏതോ പ്രിയപ്പെട്ടല്ല, സോറി, ആരോ ഒരാളൊന്നുമല്ല, പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് അവൾക്ക്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ സ്ഥാനം എന്താണ് ഇവിടെ? എനിക്കൊരു ഭാര്യ എന്ന് പറഞ്ഞ ലേബല് മാത്രമുള്ളതെന്ന് എനിക്ക് തോന്നുന്നേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രേഖിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗീതു പൊട്ടിക്കരയുന്നത്. ശരിക്കും ഇപ്പോഴാണ് ഗീതു പ്രണയിക്കാൻ തുടങ്ങിയത്. മുമ്പ് കിഷോറിന്റെ പുറകെ നടന്നു കഴിഞ്ഞപ്പോൾ ഗോവിന്ദന്റെ സ്നേഹം മനസ്സിലാക്കില്ല. പക്ഷെ ഇപ്പൊ ഗോവിന്ദനെ പ്രണയിച്ചു കഴിഞ്ഞപ്പോഴോ ഗോവിന്ദ് ആരെയും നോക്കുന്നോ ആരുടെയും കൂടുതൽ കെയർ ചെയ്യുന്നോ കാണുമ്പോൾ ഗീതുവിന് വല്ലാത്തൊരു പൊസസീവ്നെസ് ഉണ്ടാവുന്നുണ്ട്. രേഖയ്ക്ക് മനസ്സിലായി ഗീതു അത്രമാത്രം ഗോവിന്ദനെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ രേഖ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ ആശ്വാസവാക്കുകളൊന്നും ഗീതുവിന്റെ മനസ്സിനെ തണുപ്പിക്കാണ്ട് സാധിച്ചില്ല. പിന്നീട് വൈകുന്നേരം അയക്കുമ്പോഴത്തേനും ഗോവിന്ദ് വരുവാണ്. ഗോവിന്ദ് വന്നു കഴിയുമ്പോഴത്തേനും ഗീതു ഭയങ്കരമായിട്ട് അണിഞ്ഞൊരുങ്ങിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഗീതു അണിഞ്ഞൊരുങ്ങി വന്നു കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് ശിവരഞ്ജനി വരുന്നുണ്ട്. ശിവരഞ്ജനി വന്നിട്ട് അവരെല്ലാരും കൂടെ കൂടിയിട്ട് ബർത്ത്ഡേ കേക്കൊക്കെ കട്ടി ഭയങ്കരമായിട്ട് ആഘോഷിക്കുക. പക്ഷെ ഈ സമയത്ത് ഗീതു അങ്ങോട്ട് ഇറങ്ങി ചെന്നു പോലും ഇല്ല. ഗീതുവിന്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നേ വൈകുന്നേരത്തെ പാർട്ടിയിലെങ്കിലും അടിപൊളിയായിട്ടൊന്ന് ഗോവിന്ദനൊപ്പം നിൽക്കാം എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ അങ്ങനെ പോകുവാണ്. ഗീതുവിന് സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് ആകെപ്പാടെ വിഷമിച്ചു മുറി വന്നിരിക്കുന്ന ഗീതുവിന്റെ അടുത്തേക്ക് ഗോവിന്ദ് വരുന്നുണ്ട്. ഗോവിന്ദന് മനസ്സിലായ ഗീതുവിന്റെ ഉള്ളിലെ ബുദ്ധിമുട്ട് എന്താന്ന്, ഗീതു എന്തിനാ സങ്കടപ്പെടുന്നതെന്നൊക്കെ ഗോവിന്ദന് മനസ്സിലാവുകയാണ്. പിന്നീട് ഗോവിന്ദ് തന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഗീതുവിനോട് തുറന്ന് പറയുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ ഇനിയിപ്പോ ഗോവിന്ദ് എല്ലാം വിളിച്ചു പറയാൻ പോവാണ്. ഇത്രയും കാലം വിജയലക്ഷ്മി ആരാന്നുള്ള സത്യമൊക്കെ മറച്ചു വെച്ചായിരുന്നു. പക്ഷെ ഇനിയാണ് പറയാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയലക്ഷ്മിനെ പോയി വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾ ആരാന്നുള്ള സത്യം ഞാൻ എല്ലാവരുടെയും വെളിപ്പെടുത്തൂന്ന്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ തന്നെ വിജയലക്ഷ്മി, നീ മാധവൻ നായരുടെ മോനാണെങ്കിൽ ചോണയുണ്ടെങ്കിൽ നീ പോയി എല്ലാവരും പറയടാ, നീ അത് പറയണം തന്നെ എന്റെ ആഗ്രഹം എന്ന് പറയാണ്. അങ്ങനെ ഗോവിന്ദ് ആ സത്യം വേറെ ആരോട് പറഞ്ഞില്ലെങ്കിൽ ഗീതുവിനോടെങ്കിലും തുറന്നു പറയും. ശിവരഞ്ജനിയായിട്ടുള്ള റിലേഷൻ എന്താന്ന് ഗീതു അറിയണം. ഗീതുവിന് അത് അറിഞ്ഞു കഴിയുമ്പോൾ ഒരു കുറ്റബോധമൊക്കെ ഉണ്ടാവുന്നുണ്ട്. താൻ വെറുതെ കണ്ടേട്ടനെ സംശയിച്ചല്ലോ എന്നൊരു ചിന്ത ഉണ്ടാവുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ നമ്മൾ കുറെ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിജയലക്ഷ്മിയും ഗോവിന്ദ് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. അപ്പൊ അവര് തമ്മിൽ അമ്മയും മോനും തന്നെയാണെന്നാണ്, വേറൊരു ബന്ധമില്ല. കാരണം ഗോവിന്ദന്റെ ഓരോ പറച്ചിലും അല്ലെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ തന്നെ ഇത്ര ഓർത്തിരുന്ന് പറയണമെങ്കിൽ അപ്പൊ അത് അമ്മ തന്നെ ആയിരിക്കണം. അപ്പൊ ആ റിലേഷനൊക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ ആ സത്യമൊക്കെ വെളിപ്പെടുത്തി കഴിയുമ്പോഴത്തേനും പിന്നെ ഗീതു വെറുതെ ഇരിക്കില്ല. ഗീതു എന്തുകൊണ്ടാണ് പിന്നെ അവര് ഡിവോഴ്സ് ആയത്, ഇതിന്റെ പുറയിൽ ആരാ പ്രവർത്തിച്ചത്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഭദ്രന് എന്തൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ, അപ്പൊ ഭദ്രന്റെ പങ്കിനെ കുറിച്ചൊക്കെ ഇനി വെളിപ്പെടാൻ പോകുന്നുള്ളൂ. കിഷോറും ഭദ്രനും വലിയൊരു നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗീതുവിനെ സ്വന്തമാക്കാനായിട്ട് ഭദ്രനെ കൂട്ടുപിടിച്ച് കിഷോർ വലിയ കളികളൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് തന്നെ ഗീതു സത്യങ്ങളൊക്കെ അറിയും. മാധവൻ നായർ, അതായത് ഗോവിന്ദന്റെ അച്ഛനെ ഇല്ലാതാക്കാനായിട്ട് കൂട്ടുവന്ന ആരാന്ന് അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഗീതു വെറുതെ ഇരിക്കത്തില്ല.
സ്വന്തം അച്ഛനെ ഗീതു തന്നെ മിക്കവാറും പഞ്ഞിക്കിടും. അതിന് വിശേഷങ്ങളൊക്കെ വരുന്നുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അടുത്ത ആഴ്ച എന്നുള്ളത് നമ്മൾ ഇത്രയും നാൾ കണ്ടപോലെ സ്വപ്നങ്ങളൊന്നും അല്ലരി കാണാൻ പോകുന്നത്. ഗീതവും ഗോവിന്ദും കൂടെ ഒന്നാകുവാണ്. അവരുടെ കുറെ പ്രണയ രംഗങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താന് കണ്ണേട്ടന് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ ഒരു പൂ റൂമിൽ കിടന്ന് തന്നെ കിട്ടുന്നുണ്ട്. റൂമിൽ നിന്ന് ആ പൂ എടുത്ത് ഗോവിന്ദേട്ടനോട് ഇഷ്ടമാന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷക്കാർ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോടെ നിർത്തുന്നു. നന്ദി.